ഒരു രാത്രി ഒരു വീട് രണ്ട് പെൺമക്കൾ ചെറിയ പ്രായമുള്ള രണ്ട് പെൺമക്കൾ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത് അമ്മയുടെ മൃതദേഹം കിടക്കുന്നു. ഭർത്താവ് പറഞ്ഞത് ഭാര്യ തൂങ്ങി മരിച്ചു എന്നായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ മൃതദേഹത്തിന് കുറച്ച് സത്യങ്ങൾ, കുറച്ച് സംഭവങ്ങളെക്കുറിച്ച് പറയാനുണ്ടായിരുന്നു. അങ്ങനെ ആ സ്ത്രീക്ക് എന്തായാലും സംഭവിച്ചത്? അന്ന് രാത്രി ഭർത്താവ് പറഞ്ഞത് ഭാര്യ തൂങ്ങി മരിച്ചു എന്നായിരുന്നു. പക്ഷേ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമുണ്ടായിരുന്നു അന്ന് രാത്രി ആ വീട്ടിൽ സംഭവിച്ചത്. അങ്ങനെ എന്തായിരുന്നു അവിടെ വെച്ച് നടന്നത് എന്ന് നോക്കാം. തമിഴ്നാട് നാമക്കൽ ജില്ലയിലെ തിരുച്ചോങ്കുടിനടുത്തുള്ള മേൽമുഖം ഗ്രാമം. ആ ഗ്രാമത്തിലായിരുന്നു ഭാര്യയും ഭർത്താവും രണ്ട് പെൺമക്കളുമായി ഒരു വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത്. അങ്ങനെ കഴിയുന്ന സമയത്ത് 2019 ആഗസ്റ്റ് 2 അന്ന് രാത്രിയായിരുന്നു ആ കുടുംബം ഇല്ലാതായത്. അന്ന് ആ രാത്രിയിലായിരുന്നു ഒരു ഭയങ്കര അലർച്ച ആ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നത്. ആ അലർച്ച ഒരു ഭാര്യയുടേതായിരുന്നില്ല, ഒരു അമ്മയുടേതായിരുന്നു. ഈ അലർന്ന ശബ്ദം ആ ഗ്രാമത്തിലെ ആൾക്കാർ മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരാളും അങ്ങോട്ടേക്ക് വന്നിരുന്നില്ല. ആ വീട്ടിലായിരുന്നു 44 വയസ്സുള്ള ധനപാലും 33 വയസ്സുള്ള ഗീതയും കഴിയുന്നുണ്ടായിരുന്നത്. ഇവർക്ക് രണ്ട് പെൺമക്കളായിരുന്നു. സ്വന്തം മക്കൾക്കും ഭർത്താവിനും വേണ്ടി സ്വന്തം ജീവൻ തന്നെ അർപ്പിച്ച ഭാര്യ. ധനപാലാണെങ്കിൽ കൂലിപ്പണിക്കാരനാണ്. പക്ഷേ ഇയാൾക്കൊരു വീക്ക്നെസ് ഉണ്ട്. അത് വേറൊന്നുമല്ല, മദ്യമാണ്. വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിരുന്ന ജീവിതം. കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളായപ്പോൾ ആഴ്ച ഒരിക്കൽ ഒരു പുറത്തേക്ക് ട്രിപ്പ് പോകാറുണ്ട്. അതേപോലെ തന്നെ അടുത്തുള്ള തിയേറ്ററിലേക്ക് സിനിമയ്ക്ക് പോകാറുണ്ട്. ഭയങ്കര സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു. ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ കുടുംബത്തെ നോക്കുന്ന സമയത്ത് പറയാറുണ്ടായിരുന്നു, നീ ഗീത ഭയങ്കര ഭാഗ്യമുള്ള സ്ത്രീയാണ്, ധനപാലിനപ്പോൾ ഉള്ള ഒരു ഭർത്താവ് കിട്ടിയത്. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര സന്തോഷം നിങ്ങൾ വീട്ടിലുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് മാസങ്ങളിൽ തന്നെ ഈ സന്തോഷം കുറച്ചായി കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ധനപാല് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ആഴ്ച ഒരിക്കൽ മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു. ആഴ്ച ഒരിക്കൽ മദ്യപിച്ച് തുടക്കത്തിൽ വന്ന് മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആഴ്ച ഒരിക്കൽ മദ്യപിക്കുമായിരുന്നല്ലോ, ഇത് തന്നെ ദിവസവും മദ്യപിച്ച് ധനപാല് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. മദ്യപിച്ച് വീട്ടിലേക്ക് വരിക മാത്രമല്ല, തുടക്കത്തിൽ കിടന്നുറങ്ങിയിരുന്ന ധനപാല് വെറുതെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഭാര്യ ഗീതയെ ഓരോന്ന് പറഞ്ഞ് തുടക്കത്തിൽ വാക്കേറ്റം ഉണ്ടാവുന്നുണ്ടായിരുന്നു. വാക്ക് തർക്കങ്ങൾ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയ സമയത്ത് ദിവസങ്ങൾ കഴിയുന്നതും ഈ വാക്ക് തർക്കങ്ങൾ തന്നെ കൂടിക്കൂടി വന്ന് ഭാര്യയെ ഒരു കാരണമില്ലാതെ ഈ ധനപാല് ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് രണ്ട് പെൺമക്കളും ശരിക്കും പേടിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ഗീത ഭയങ്കരമായിട്ട് അലറി കരയാറുണ്ടായിരുന്നു. ഇങ്ങനെ അലർച്ച കേൾക്കുമ്പോൾ ആ തൊട്ടടുത്ത് ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ, ഇന്ന് നല്ല കുടുംബമാണ്, നല്ല ഭർത്താവ് ഭാര്യയൊക്കെയാണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ അവർ പറഞ്ഞത് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നമാണ്, നമ്മൾ പോയിട്ട് കുളമാക്കണ്ട, അവർ തന്നെ സോൾവ് ആക്കിക്കോളും, ഇത് ചെറിയ പ്രശ്നമാണ്, എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്, ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ഒറ്റ വാക്കിൽ അവരെല്ലാവരും പറഞ്ഞ് അവസാനിപ്പിച്ചു. ആരും അങ്ങോട്ടേക്ക് വന്ന് എന്താണ് പ്രശ്നം എന്നൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. ആരും ഒന്നും ഒഴിവാക്കിയിരുന്നില്ല. രാത്രി മുഴുവനും ഗീത അത് കരയുന്നത് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ദിവസം മുന്നോട്ട് പോകുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന രണ്ട് പെൺമക്കളില്ലേ, അവർ തന്നെ ഇങ്ങനെ അച്ഛൻ കയറി വരുമ്പോൾ അമ്മ ഇന്ന് അച്ഛൻ നമ്മളെ ആക്രമിക്കുമോ, അച്ഛൻ തല്ലുമോ, അച്ഛൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ഗീത പറഞ്ഞത്, പേടിക്കൊന്നും വേണ്ട, നിങ്ങളെ അച്ഛൻ തല്ലില്ല, ഞാനുണ്ട്, ഞാൻ എന്തുണ്ടെങ്കിൽ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മക്കളെ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് പൊള്ളയായുള്ള വാക്കാണെന്ന് തുടക്കത്തിൽ മക്കൾക്ക് മനസ്സിലായിരുന്നില്ല. ഇങ്ങനെ പറയാൻ കാരണം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് 2019 ആഗസ്റ്റ് 2 എപ്പോഴും പോലെ ധനപാല് മദ്യപിച്ച് വീട്ടിലേക്ക് നടക്കാൻ കഴിയാതെ, ബോധമൊന്നുമില്ല അയാൾക്ക്, നടക്കാൻ കഴിയാതെ 4 കാലം എഴിഞ്ഞു വരുന്നൊക്കെ പറയില്ലേ, അതുപോലെ നടന്ന് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭാര്യ ഇതൊക്കെ കാണുന്നു. പതുക്കെ അടുത്തേക്ക് വന്ന് ധനപാലിനോട് അവസാന പ്രതീക്ഷ പോലെ ഇവർ സംസാരിക്കുന്നു. അതായത് നിങ്ങൾ മദ്യപിച്ച കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആർക്കും പ്രശ്നം ഉണ്ടാക്കരുത്, നമ്മുടെ രണ്ട് പെൺമക്കളുണ്ട്, അവരെക്കുറിച്ച് ഓർത്തെങ്കിലും മദ്യപിക്കാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നു. ഇതുവരെ ഇങ്ങനെ ഗീത ഭർത്താവിനോട് സംസാരിച്ചിട്ടില്ല. അത് കേട്ട സമയത്ത് ഭർത്താവ് ആൾറെഡി ഭയങ്കര മദ്യലഹരിയിലാണ്, സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, നടക്കാനും പറ്റില്ല. ആ ഒരവസ്ഥയിൽ പെട്ടെന്ന് ഗീതയെ നോക്കി, നിനക്ക് എങ്ങനെ എന്നോട് ഇങ്ങനെ പറയാൻ തോന്നി, നീ ആരാണ് എന്നോട് ഇങ്ങനെ പറയാൻ, ആ മദ്യലഹരിയിൽ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊന്നും ധനപാലിന് അറിയുന്നുണ്ടായിരുന്നില്ല. ആ മദ്യലഹരിയിൽ പെട്ടെന്ന് തന്നെ ഇയാൾ ഭയങ്കര വയലൻ്റ് ആവുന്നു. അങ്ങനെ വയലൻ്റ് ആയ സമയത്ത് തന്നെ പെട്ടെന്ന് ഭാര്യ ഇയാൾ ആക്രമിക്കുന്നു. അലർച്ച കേട്ട് മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന രണ്ട് പെൺമക്കളും അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഇനി ഭർത്താവ് മക്കളെ ആക്രമിക്കുന്നു വിചാരിച്ച് ഭാര്യ ഗീത പെട്ടെന്ന് രണ്ട് മക്കളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി കുറച്ച് മാറ്റി കൊണ്ടുപോയി ഒരു മുറിയിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, പ്രശ്നമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം, എൻ്റെ അലർച്ച കേട്ടാൽ നിങ്ങൾ പുറത്തേക്ക് വരാൻ പാടില്ല, നിങ്ങൾ കരയണ്ട, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അമ്മ പുറത്തേക്ക് നടന്നു പോകുന്നു. പക്ഷേ രണ്ട് പെൺമക്കൾക്കും അറിയുന്നുണ്ടായിരുന്നില്ല അത് തന്നെ അമ്മയുടെ അവസാനത്തെ വാക്കുകളാണെന്ന്. അങ്ങനെ മുറിയിലാക്കിയതിന് ശേഷം വാതിൽ പൂട്ടി ഗീത പുറത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ധനപാല് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന്, നീ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ, നിനക്ക് ആരിത്രയും അധികാരം തന്നെന്നൊക്കെ പറഞ്ഞ് ആ മദ്യലഹരിയിൽ ഗീത ഇയാൾ ആക്രമിക്കുന്നു. ആക്രമിച്ചു മാത്രമല്ല, വലിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് കൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടി ഭയങ്കര ക്രൂരമായി ആക്രമിക്കുന്നു. ആ ആക്രമണത്തിന് അവസാനം ഇയാൾ കഴുത്ത് നെരിച്ച് ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെ ഭാര്യ മരിച്ചു എന്ന് പോലും അറിയാതെ ഇയാൾ മൃതദേഹവുമായി നേരെ കിടമുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഭാര്യയുടെ മൃതദേഹവുമായി ഇയാൾ കിടന്നുറങ്ങുന്നു. ശേഷം ഏകദേശം രാത്രി 11 മണിക്ക് പതുക്കെ
ഇയാൾക്ക് ചെറുതായിട്ട് ബോധം വരുന്നുണ്ടായിരുന്നു. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത് ഭാര്യ കിടന്നുറങ്ങുന്നുണ്ട്. ഭാര്യയെ പതുക്കെ എഴുന്നേൽപ്പിക്കുന്നു. ബോധം വന്ന സമയത്ത് പതുക്കെ എഴുന്നേൽപ്പിക്കുന്നു. പക്ഷേ ഭാര്യ എണീക്കുന്നുണ്ടായിരുന്നില്ല. തൊട്ട് വിളിച്ചു നോക്കുന്നു, പക്ഷേ കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ആ ഒരു സമയത്തായിരുന്നു ഇയാൾക്ക് ആ ഒരു സംഭവം മനസ്സിലായത്. അതായത് ഭാര്യ മരിച്ചിരിക്കുന്നു, ഭാര്യയ്ക്ക് ജീവനില്ല, താനാണ് കൊന്നത് എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് ശരീരത്തിലൂടെ പേടി ഇയാൾക്ക് കയറാൻ തുടങ്ങി. ജയില്, പോലീസ്, മരണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ അയാൾ കുറച്ച് സെക്കൻഡ് ഒരു കാര്യം ആലോചിച്ച് ഭയങ്കര ടെൻഷനാവുന്നു. ആ ഒരു സമയത്തായിരുന്നു പെട്ടെന്ന് ഇയാൾ ചിന്തിച്ചത് എങ്ങനെ ഈ കൊലപാതകം എങ്ങനെ ഈ ഒരു കൊലപാതകം ആത്മഹത്യയ്ക്ക് മാറ്റാം, എങ്ങനെ ജയിലിലേക്ക് പോകാതെ രക്ഷപ്പെടാം എന്നൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ച് നേരം ആ വീടിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അതിനുശേഷം ആ വീട്ടിലുള്ള ഒരു കയർ ഉപയോഗിച്ച് ഭാര്യ മൃതദേഹം ഹാളിലേക്ക് കൊണ്ടുവന്ന് ഇയാൾ കെട്ടിത്തൂക്കുന്നു. അങ്ങനെ കെട്ടിത്തൂക്കി ഇയാൾ കുറച്ച് നേരം, രാവിലെ ആകും കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഇയാൾ കിടന്നുറങ്ങുന്നു. രാവിലെ ആയപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഇയാൾ അലറിക്കരയുന്നു. ഭാര്യ തൂങ്ങി മരിച്ചു, ഞാൻ രക്ഷിക്കാൻ നോക്കി പക്ഷേ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നാടകം പോലെ ഇയാൾ അവിടെ കരയുന്നുണ്ടായിരുന്നു. ആ അലർച്ച കേട്ട് ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്ന് എന്താണ് സംഭവിച്ചത്, എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഭാര്യ തൂങ്ങി മരിച്ചു, എനിക്ക് എന്താണ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹാളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. ഹാളിൽ ഭാര്യ തൂങ്ങി മരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് എല്ലാവരും ഓടിപ്പോകുന്നു. അങ്ങോട്ട് വന്നവരിൽ കുറച്ച് പേര് ഇങ്ങനെ ഗീതയെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് പറയുന്നു. കുറച്ച് സമയത്ത് തന്നെ കുടുംബക്കാരും അങ്ങോട്ട് വരുന്നു. കുടുംബക്കാരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഗീതയുടെ അനിയത്തിയ പ്രിയങ്കയ്ക്ക് എന്നാൽ സംഭവിച്ചെന്ന് മനസ്സിലായിരുന്നില്ല. പ്രിയങ്ക ഭയങ്കര ഷോക്കായിരുന്നു. കാരണം തൻ്റെ ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് പ്രിയങ്കയ്ക്ക്. അങ്ങനെ പ്രിയങ്ക വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയ മൃതദേഹമല്ലേ, അത് പെട്ടെന്ന് അഴിഞ്ഞ് നിലത്ത് വീഴുന്നു. അതായത് ഇയാൾ മര്യാദയ്ക്ക് കെട്ടിയിരുന്നില്ല, അർജൻറ്റിൽ കെട്ടിത്തൂക്കിയപ്പോൾ ലൂസായി ആ മൃതദേഹം നിലത്ത് വീഴുന്നു. അങ്ങനെ വീണ സമയത്ത് ആ മൃതദേഹത്തിന് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. അതുപോലെയാണ് പ്രിയങ്കയ്ക്ക് തോന്നിയത്. പ്രിയങ്ക പതുക്കെ അങ്ങോട്ട് പോകുന്നു. ആ സമയത്ത് ഇയാളല്ലേ ഈ ധനപാൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഇതൊരു ആത്മഹത്യയാണ്, നമ്മൾ പോലീസിനെ അറിയിക്കുന്നു വേണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ കാരണം നോക്കിയിട്ട് അടക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഭയങ്കര അർജൻറ്റായിട്ട് ചെയ്യാനായി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രിയങ്കയ്ക്ക് തൻ്റെ ചേച്ചി എന്തൊക്കെയോ പറയാൻ വരുന്നത് പോലെ തോന്നുന്നു. പ്രിയങ്ക അടുത്ത് വന്ന് കുറച്ചു നേരം ചേച്ചിയുടെ മൃതദേഹത്തെ അങ്ങനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശരീരത്തിൽ മുഴുവനും കുറേ പാടുകളും മുറിവുകളും ആക്രമിച്ചതിൻ്റെ കുറേ പാടുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രിയങ്ക പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇങ്ങനെ തൻ്റെ ചേച്ചി തൂങ്ങി മരിച്ചു, പക്ഷേ ഇതൊരു തൂങ്ങി മരണമല്ല, ഭർത്താവ് തന്നെ ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം തൂക്കിക്കൊന്നതാണ് എന്നെനിക്ക് സംശയമുണ്ട്. ഈ ഭർത്താവ് ആഴ്ചകളായി തൻ്റെ ചേച്ചി ആക്രമിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് വിളിച്ച് പറയുന്നു. അതിനുശേഷം കുറച്ച് സമയത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങോട്ട് വരുന്നു. ധനപാലിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു. ശേഷം ഈ മൃതദേഹമല്ലേ അത് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഓട്ടോപ്സിക്ക് അയക്കുന്നു. ഒരു ഭാഗത്ത് ഓട്ടോപ്സി നടക്കുന്നുണ്ട്, മറുഭാഗത്ത് ധനപാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്തായിരുന്നു പൊട്ടിക്കരഞ്ഞ് വേറെ വഴിയില്ലാതെ താനാണ് ഭാര്യയെ കൊന്നത്, മദ്യലഹരിയിൽ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് കൊലപാതകം സമ്മതിക്കുന്നു. ഓട്ടോപ്സി റിപ്പോർട്ടും കുറച്ച് മണിക്കൂർ തന്നെ പുറത്തു വരുന്നു. ആ റിപ്പോർട്ടിൽ ഞാൻ തൂങ്ങി മരിക്കുന്ന മുമ്പ് തന്നെ കഴുത്ത് നെരിച്ച് ഗീത കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിനുശേഷം തൂക്കിയിട്ടതാണ് എന്നൊക്കെ റിപ്പോർട്ടിൽ ഡോക്ടേഴ്സ് വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ധനപാൽ ജയിലിലും അതേസമയം തന്നെ ഗീത മരിച്ചുപോയി. 2 പെൺമക്കൾക്ക് അച്ഛനുമില്ല അമ്മയില്ല. ഇങ്ങനെ ഈ പെൺമക്കളിൽ ജ്യോത്സ്നാശ്രീ, സഞ്ജനാശ്രീ. ഈ ജ്യോത്സ്നാശ്രീക്ക് 13 വയസ്സും അതേപോലെ സഞ്ജനാശ്രീക്ക് 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. സഞ്ജനാശ്രീ ജോഷ്നയോട്, അതായത് തൻ്റെ ചേച്ചിയോട് അമ്മ ഇപ്പോൾ വരും, അമ്മ എങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നൊക്കെ പലതവണ ചോദിക്കാറുണ്ട്. ഈ സ്വന്തം ചേച്ചിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ചെറിയ മകളാണ്, മകൾക്ക് എന്നാൽ സംഭവിച്ചെന്ന് അറിയില്ല, അവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ ഈ മദ്യം ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കി. ഇതുപോലെ പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കാറുണ്ട്, നമ്മൾ അതിനൊന്നും ഗൗനിക്കാറില്ല. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം.